ഹലോ ഗൈസ്, ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ദേ പാക്കിങ് കണ്ടോ. ഈ പാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ലാസ്റ്റത്തെ പാക്കിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വരുവാണ്. ലാസ്റ്റത്തെ ആട്ടോ. കാരണം 4th ഇയർ ഞങ്ങളുടെ കഴിഞ്ഞു. ഇനി ഇൻറ്റേൺഷിപ്പാണ്. അപ്പം നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ ലാസ്റ്റ് പാക്കിങ് ഞാൻ നടന്നുകൊണ്ടിരുന്നു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഈ 4 വർഷം ഇത്രയും നമ്മൾ ഡ്രസ്സ് മേടിച്ച് കൂട്ടിയോ എന്നൊരു സംശയം. ഒത്തിരി തുണി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഞങ്ങളുടെ സ്നേഹം എന്ന രീതിയിൽ ഞങ്ങളൊരു ലെറ്റർ എഴുതി കൊടുത്തു. ഞങ്ങൾ ഈ 8 പേരും കൂടെ. അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് ഇവർ കാണുന്നത്. ഞങ്ങളുടെ ജൂനിയേഴ്സാണ്. അവൾമാർക്ക് ഭയങ്കര സന്തോഷത്തോടെയുള്ള കണ്ണീരാണ് ഈ കാണുന്നത്. അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ പോകുന്നതുകൊണ്ട്. അങ്ങനെ കൂടുതലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും ഞങ്ങളിങ്ങനെ കുഞ്ഞ് ലെറ്റർ, ഞങ്ങൾക്ക് എന്താണോ പറയാൻ അവരോടുള്ളത് അത് ഞങ്ങൾ ഒരു ലെറ്റർ രീതിയിൽ ഞങ്ങൾ എഴുതി കൊടുത്തു. ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി. നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുണ്ടല്ലോ. ഒത്തിരി പേരൊന്നും വേണമെന്നില്ല. കുറച്ച് 2-3 പേര് മതി. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നമുക്ക് ഒരു സ്ഥാനം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇവർ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, പോകണോ, ഇപ്പോൾ പോകണ്ട ചേച്ചി, ഇപ്പോൾ പോകണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് ഞങ്ങൾ ചെന്നു. അങ്ങനെ എജിനും കൊടുക്കാനുണ്ടായിരുന്നു ലെറ്റർ, അവനും കൊടുത്തു. അങ്ങനെ അവൻ വലിയ റിയാക്ഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അക്സയ്ക്ക് സങ്കടം വന്നു. പിന്നെ ഇനി കോളേജിലേക്ക് ഇനി എക്സാമിനല്ലേ ചെല്ലത്തുള്ളൂ. അപ്പോൾ മുത്തും കരഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് മാംസിനും ഞങ്ങൾ കുഞ്ഞ് ലെറ്റർ കൊടുത്തു. അപ്പം അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമായിരുന്നു ഇത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് മേടിച്ചു തന്നു, കുറച്ച് മഞ്ച്. അങ്ങനെ ഈ 4 വർഷത്തെ ഒന്നിച്ചുണ്ടായിരുന്ന ജീവിതം അങ്ങനെ ചെറുതായിട്ട് അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ കരച്ചിലും വിഷമമാണ്. ലാസ്റ്റ് ഞങ്ങൾ ഒന്നിച്ച് ബെഡൊക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നു. സൂപ്പറായിരുന്നു. എൻജോയ് ചെയ്തു ആ നൈറ്റ്. പിന്നെ ലാസ്റ്റത്തെ ശടപടയുള്ള പാക്കിങ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മളെടുത്തു. ലാസ്റ്റ് പ്രാർത്ഥിച്ചു, എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ ഇറങ്ങി. അങ്ങനെ ബാംഗ്ലൂരിനോട് ബൈ പറഞ്ഞു. ഞങ്ങളിതേ വീട്ടിലാണിപ്പം.